ഹലോ മുത്തുമണികളെ, എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം നിങ്ങളെ സ്നേഹം, എനിക്ക് തരുന്ന നിങ്ങളെ സ്നേഹവും ബഹുമാനവും അതെനിക്ക് എൻ്റെ ഹൃദയത്തിൽ എത്രത്തോളം സന്തോഷം അത് നിങ്ങളായിട്ട് എനിക്ക് വെക്കണമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ. എനിക്ക് പനിയാണ്, ചെറിയൊരു പനിയുണ്ട്. 2-3 ദിവസമായി. ടയേർഡാണ് കുറച്ച്. പിന്നെ ഒരു വിഷമമെന്ന് പറഞ്ഞാൽ നമ്മൾ അനീവിനു ചാനലിലെ അനിക്കുട്ടിയുടെയും ജോർജ് ബ്രോയുടെയും 2ാമത്തെ മകൻ അകാലത്ത് കൊലിഞ്ഞു പോയി. എന്നും ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും എന്ന് വാക്കുകളില്ല. ഒരുപാട് ദുഃഖം അതിൽ കൊണ്ട് ഓരോ ദിവസവും അനുഭവിക്കുന്ന ചിന്തിച്ചാൽ നമുക്ക് ഒരുപാട് ദുഃഖം അത് തരുന്നുണ്ട്. ഞാൻ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും ആ വേർപാട് എന്താണെന്ന്. പിന്നെ നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് അവർക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനും അമ്മയ്ക്കും അവരുടെ മൂത്ത മകനും സമാധാനത്തിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ കോഴിക്കോടുള്ള എൻ്റെ ഷാലൂട്ടൻ, ഞാൻ യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ടതാണ്. എൻ്റെ സ്വന്തം സഹോദരൻ, എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ വയറ്റിൽ പിറക്കാതെയും ഒക്കെ പോയ എൻ്റെ ഒരു സഹോദരനാണ് ഷാലു മണി, ഷാലു ബോക്സ് ചാനൽ. അവൻ എനിക്ക് ആരൊക്കെ ആയിരുന്നെന്ന് അവൻ്റെ മരണത്തിന് ശേഷം എനിക്ക് മനസ്സിലായി. അടുപ്പിച്ചടുപ്പിച്ച് എനിക്ക് 2 ദുഃഖമാണ് 2025 എനിക്ക് സമ്മാനിച്ചത്. അപ്പോൾ കോഴിക്കോട് ഞങ്ങൾ ഈ കഴിഞ്ഞ മാസം 25 അത് ഞാൻ സൗമ്യന് ശേഷം കൂടെ പോയിരുന്നു. ആ നാട്ടിൻപുറത്ത് ഉള്ള അവരുടെ സ്നേഹം, അവരുടെ എളിമ, അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അത്രയ്ക്കും അവരുടെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. നാട്ടുപുറത്തിൻ്റെ വിശുദ്ധി അനുഭവിച്ചറിഞ്ഞു. അമ്മ, അച്ഛൻ, അവൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, മക്കൾ, മുത്തശ്ശി, വല്യമ്മ, പിന്നെ അവരുടെ ബന്ധുക്കൾ നമ്മളെ കാണാൻ വന്നിരുന്നു. ഇവരുടെയൊക്കെ സ്നേഹം. പിന്നെ ഷാലൂട്ടൻ്റെ ഫ്രണ്ടുമാണ്, അവരുടെ ബന്ധുവാണ് രാജംബ്രോ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹം നമ്മളെ ഒരു സൽക്കാര പ്രിയൻ, സ്നേഹം, അതാണ് അവരിൽ നിന്ന് തന്നെ നമ്മൾ അനുഭവിച്ചറിയുന്നു. അമ്മയ്ക്ക് എന്തൊക്കെ തന്നുവിടണമെന്ന് ഒരു ഭ്രാന്ത് പോലെയായിരുന്നു. അപ്പോൾ അമ്മ തന്നുവിട്ട സാധനങ്ങളാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നു. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് എല്ലാത്തിനും ഉപരി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇഷ്ടമാണ്. ഇത് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയതാണ്. അമ്മ നല്ലൊരു കലാകാരിയാണ്. അമ്മ പാട്ട് പാടും, ഷാലൂട്ടനെ പോലെ പാട്ട് പാടും. നല്ലൊരു കലാകാരിയാണ് അമ്മ. അമ്മ ഉണ്ടാക്കിയ റോസാപ്പൂവും സൂര്യകാന്തിയൊക്കെ അമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെ അതുപോലെ അമ്മ തുണിയിലുണ്ടാക്കിയതാണ് പൂക്കൾ. അതുപോലെ അമ്മ അടയ്ക്കാത്തോടിൽ, നമ്മൾ പാക്കില്ലേ അടയ്ക്ക, അതിൻ്റെ തോടിലുണ്ടാക്കിയതാണ് ഇതൊക്കെ ഉണ്ടോ. അത് ഞാൻ വേറൊരു പൂവും കൂടെ അതിൽ സെറ്റ് ചെയ്ത് ഇത്. പിന്നെ അമ്മ ഉണ്ടാക്കിയതാ ഈ ഒരു സാധനം, അമ്മ ഉണ്ടാക്കിയതാണ്. പിന്നെ അടുത്തതാ ഇത് അമ്മ തുണിയിൽ വെട്ടി ഇത്രയും തനിമയായിട്ട് ഉണ്ടാക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം അല്ലേ. പിന്നെ യൂട്യൂബിലുള്ള എൻ്റെ കുട്ടികൾ, അവരുടെ സ്നേഹം. പിന്നെ ഒരു ചെടിയും കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. 2 ചെടി കൊണ്ടുവന്നു. ഒന്ന് ഞാൻ റൂമിൽ വെച്ചായിരുന്നു, ഒരു ചെടി ഇതാണ്. ഒന്ന് ഞാൻ മുകളിൽ നമ്മുടെ ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ യൂട്യൂബിൽ ഞാൻ വന്നതിന് ശേഷം എനിക്കൊരു വിയോഗം ഉണ്ടായി. അതിൽ നിന്ന് ഞാൻ കരകയറി. യൂട്യൂബിൽ എനിക്ക് എല്ലാവരും എന്നെ അതെന്തു സ്നേഹം, അവരുടെ സ്നേഹം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ബഹുമാനവും സ്നേഹവും ഒക്കെ എനിക്ക് അത്രയ്ക്കും പറയാൻ വാക്കുകൾ ഇല്ല. എന്ത് പറയും എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അത്രയ്ക്കും അവരെന്നെ സ്നേഹിച്ച്. പിന്നെ 1-2 പേര് മാനസികമായി തളർത്തിയവരുമുണ്ട്.
നമ്മളെ എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി അവർ ഈ പറഞ്ഞുണ്ടാക്കി കേട്ട ആൾക്കാർ പോലും നമ്മളെ തെറ്റിദ്ധരിച്ചു. ഒറ്റ നിമിഷം തെറ്റിദ്ധരിച്ചു. അതിന് കുറച്ച് വേദന എനിക്ക് കുറേ നല്ല വേദന എനിക്കുണ്ടായിരുന്നു. നല്ല വേദന ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് പ്രപഞ്ചത്തിനോട് പറഞ്ഞു. ഞാൻ പ്രതികരിക്കാൻ പോയില്ല കേട്ടോ. ഞാൻ പ്രപഞ്ചത്തിനോടത് പറഞ്ഞു. ഞാൻ പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നവളാണ് പറഞ്ഞു. പിന്നെ അതങ്ങ് പോട്ടെ. പക്ഷേ ഞാൻ ഓരോ ലൈവിൽ ചെല്ലപ്പോഴും അവർ ഓരോരുത്തരും എന്നെ സ്നേഹിക്കുന്നത്, റെസ്പെക്റ്റ് ചെയ്യുന്നത്, കുഞ്ഞു മക്കൾ, സഹോദരന്മാർ, എൻ്റെ അനിയത്തിമാർ, എൻ്റെ മക്കൾ, ഞാൻ എൻ്റെ മക്കളോട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ യൂട്യൂബിൽ എൻ്റെ മക്കളോട് കാണിക്കുന്ന സ്നേഹം. അതിൽ കലപ്പോ ഒന്നുമില്ല കേട്ടോ. ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ മക്കളെ എന്ന് വിളിക്കുന്നത്, സഹോദരാന്ന് വിളിക്കുന്നത്, അനിയത്തിന്ന് വിളിക്കുന്നത്, ചേച്ചിന്ന് വിളിക്കുന്നതൊക്കെ ആത്മാർത്ഥതയാണ്. എന്നെ അടുത്തറിയുന്നവർക്ക് ചുരുക്കം പേരുണ്ടല്ലോ, അവർക്ക് എന്നെ അറിയാം. എനിക്ക് ആരോടും വെറുപ്പോ വിദ്വേഷമോ പകയോ ഒന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് അതാണ്. എൻ്റെ മനസ്സിൽ ഒരു വിദ്വേഷമോ പകയോ ആരോടും ഒരു വിരോധമോ ഒന്നും എൻ്റെ വാക്കുകൾ കൊണ്ടുപോലും ഒരാളെ വേദനിപ്പിക്കാനുള്ള ഇട വരുത്തരുതേ എന്നാണ് ഞാൻ ഒരേ ദിവസവും ഞാൻ ഉറക്കമുണർന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് നന്മ ചെയ്യാനുള്ള മനസ്സാണ് നമുക്ക് വരേണ്ടത്. ഈ പ്രപഞ്ചം നിലനിർത്തുന്ന കാലം വരെ ജീവജാലങ്ങൾ അവരെ നമ്മൾ സ്നേഹിക്കുക, നമ്മൾ അവരെ ഉപദ്രവിക്കാതെ നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. പിന്നെ കുഞ്ഞു മക്കളുണ്ട്, തെറ്റ് ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട്. അവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. നമ്മളവരെ തള്ളിക്കളയാതെ നമുക്ക് തിരുത്തിക്കൊണ്ട് വരാൻ പറ്റുന്നതാണ് നമ്മൾ തിരുത്തിക്കൊണ്ട് വരിക. അല്ലെങ്കിൽ നമ്മൾ എത്ര വയസ്സിന് മൂത്തവരാണ് കുഞ്ഞുമക്കളെ. അപ്പോൾ അവരെ നമ്മൾ മനസ്സിലാക്കണം അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അത് നമുക്ക് പറ്റുന്നതാണ് നമ്മൾ തിരുത്തി നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരും. അസുഖമുള്ള കുട്ടികൾ പരസ്പര ബോധമില്ലാതെ എന്തൊക്കെയോ പറയുന്നു, അവരെയും നമ്മൾ ജീവിതത്തിലേക്ക് തിരുത്തിക്കൊണ്ട് വരിക. ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നീതിയായിരിക്കും അത്. പ്രപഞ്ചനാഥൻ എന്ന് പറഞ്ഞ ശക്തിയാണ്. ആ ശക്തി നിലനിൽക്കുന്ന കാലം വരെ ജീവജാലങ്ങളും മനുഷ്യരും ജീവിച്ചിരിക്കും ഭൂമിയിൽ. അവിടെ നിന്നും ഞാൻ കൊണ്ടുവന്നൊരു ചെടിയും കൂടെ ഉണ്ട്, അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ പഠിക്കണം. എനിക്ക് 2 മക്കളാണ്, ഒരു മോളും മോനുമാണ്. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നോ, അവർ ഒരേ വയറ്റിൽ ജനിച്ചു, അവർ ഭൂമിയിൽ വന്നു, ഒരേ പശ്ചാത്തലത്തിൽ അവർ വളർന്നു, ഒരേ സമൂഹത്തിൽ അവർ വളർന്നു. ഇല്ലായ്മയായാലും ഉള്ളതായാലും അതിൽ അവർ പൊരുത്തപ്പെട്ട് തരണം ചെയ്ത് ഒരുപോലെ ജീവിച്ചു വന്നവരാണ്. അപ്പോൾ എന്തെങ്കിലും അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അവരെ തള്ളിക്കളയരുത്. സഹോദരങ്ങൾ തമ്മിൽ ചേർത്ത് അണഞ്ഞു പോകണം. എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരാൾക്കില്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുത്ത് സഹായിക്കുക. അതിൽ അസൂയയോ കുശുമ്പോ പരിഭവമോ പരാതിയോ പിണക്കങ്ങളോ ഒന്നും വരരുത്. ഞാൻ എൻ്റെ മക്കളടുത്ത് പറഞ്ഞു. പക്ഷെ ഞാൻ അതിൽ അഭിമാനിയാണ് കേട്ടോ. എൻ്റെ മക്കളത് കുഞ്ഞിലേ കേട്ടിട്ട് എൻ്റെ അമ്മ പറഞ്ഞു തന്നത് എൻ്റെ മോൻ എപ്പോഴും പറയും, അമ്മ പറഞ്ഞതല്ലേ, അമ്മയല്ലേ പറഞ്ഞത്, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യലെന്ന്. അങ്ങനെ എൻ്റെ മോൻ പറയാറുണ്ട്. എൻ്റെ മോള് സ്വന്തം അമ്മയെ പോലെയാണ് എൻ്റെ മോനെ നോക്കുന്നത്. ഞാനില്ലെങ്കിലും അവൾ സ്വന്തം മകനെ പോലെ അവൾ നോക്കിക്കോളും. അതിൽ എനിക്കൊരു വിഷമവും ഇല്ല. അതിൽ ഞാൻ വിജയമാണ് കേട്ടോ. എൻ്റെ മക്കളെ സ്നേഹത്തിൽ ഒരുപാട് കുഞ്ഞിനെ പോലെ അവൾ നോക്കുന്നുണ്ട്. അതിൽ ഞാൻ വിജയമാണ്. അപ്പോൾ എനിക്ക് ഈ യൂട്യൂബിൽ കിട്ടിയ ഈ സൗഹൃദങ്ങൾ, ഈ ബന്ധങ്ങൾ, അത് അമൂല്യ നിധിയാണ്. ഇതിൽ കൂടുതൽ എനിക്കെന്ത് വേണം? എനിക്കൊന്നും വേണ്ട. ആ സ്നേഹവും റെസ്പെക്റ്റും ഞാൻ അനുഭവിച്ചറിയുന്നു. അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അഭിമാനമെന്ന് പറഞ്ഞാൽ അത്ര അഭിമാനം ഞാൻ കൊള്ളുന്നുണ്ട്. അത്രയ്ക്കും ഞാൻ സന്തോഷവതിയുമാണ്. എൻ്റെ ഈ എൻ്റെ യൂട്യൂബ് കുടുംബത്തിലുള്ള എല്ലാവരും, എല്ലാ മക്കളോടും, എല്ലാ സഹോദരന്മാരോടും, ചേച്ചിമാരോടും എല്ലാവരോടും ഒരുപാട് നന്ദി. നമുക്ക് ഈ പ്രപഞ്ചത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ മക്കളെ, ഓക്കെ മുത്തുമണികളെ.